അമ്മച്ചി വന്നില്ലെന്ന് വിചാരിച്ച് ഞാൻ കട്ട് ചെയ്യാൻ പോവായിരുന്നു. ഹായ് വല്യമ്മച്ചി, ഹൗ യു ഡൂയിങ്? ഇന്ന് എന്നാ പറ്റി? എൻ്റെ മക്കളെ, എനിക്ക് വയ്യ. അമ്മച്ചിക്ക് എന്തിൻ്റെ ഒരു കുറവ്? ഒരു കുറവുമില്ല. അതാ ഒരു കുറവ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഇതിനേക്കാൾ ലക്ഷറി അപ്പാർട്ട്മെന്റ് എവിടെ കിട്ടാനാ? വല്യമ്മച്ചിക്ക് ഹെൽത്ത് ക്ലബ്ബിൽ പോകാം, സ്വിമ്മിങ്ങിനും പോകാം. ഡോറ് തുറന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോവല്ലേ. വിലപിടിപ്പുള്ള സാധനങ്ങളാ മുഴുവൻ. എവിടെ പോകാനാ? ഇവിടെ ഞാനും ആൾതാമസം ഉണ്ടായിട്ട് വേണ്ടേ? എനിക്ക് മടുത്തു കൊച്ചേ. എന്നെ മണിമലയ്ക്ക് കൊണ്ട് വിട്ടേക്ക്. ആ റബ്ബറും തോട്ടത്തിനകത്ത് പോയി കിടക്കാത്തതിന്റെ കുറവാ ഇനി അമ്മച്ചിക്ക്. എന്നിട്ട് വേണം വല്ലോനും വന്ന് കഴുത്തി പിടിക്കാൻ. ഇതാവുമ്പോ സേഫാ. എന്ത് സേഫ്? മിണ്ടാനൊരു മനുഷ്യൻ പോലും ഇല്ല. ഒരു കാക്കയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. കാക്കയുടെ ശബ്ദം കേൾക്കാത്തതിന്റെ കുറവാണോ അമ്മച്ചിക്ക് ഇപ്പോ? അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. എന്നാ എന്നെ വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടാക്ക്. മനുഷ്യരെങ്കിലും കാണാമല്ലോ. വൃദ്ധസദനം വെറുതെ നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. തൽക്കാലം അമ്മച്ചി ഇവിടെ താമസിക്കേ. കുറച്ചു കാലം കഴിയുമ്പോ ഈ ബോറടിയൊക്കെ അങ്ങ് മാറും. TV-യിൽ 100-300 ചാനലില്ലേ? ഓരോന്ന് വെച്ച് വെച്ചാൽ കാണ്. ഞാൻ അടുത്ത ഞായറാഴ്ച വിളിക്കാം. ഓക്കെ? വർത്താനം പറയുന്നതൊക്കെ ഉണ്ടോ? വർത്താനം പറയും, പക്ഷെ തമിഴിലായിരിക്കും. ഓ, പഗ്ഗുണ്ട്. അമ്മച്ചിക്ക് വേണോ? വേഗം ഉണങ്ങും. എന്തു വിലയാണിവന്? 15. 15. പെഡിഗ്രി ഉണ്ട്. ഇത് ഈ 15 അല്ല, 15,000. എന്നാ 10 മതി. വേണോ? ഒരു കടും കാപ്പി, ബിസ്ക്കറ്റും. അമ്മച്ചി ഇപ്പം എടുക്കാം.
കണ്ടിട്ട് കൂടിയ ഇനമാണെന്ന് തോന്നല്ലോ. കൊടേഷ്യനാ. കൊടേഷ്യനാ? ജർമ്മൻ ഷെപ്പേർഡും നാടൻ പട്ടിയും ക്രോസാ. എടാ മിടുക്ക. നിനക്ക് ഞാനൊരു പേരിടും, പാണ്ഡൻ. നല്ല ഇനം ബിസ്ക്കറ്റ് വേണം. ദൈവനാ. പട്ടിക്കാണ് അപ്പുറത്തെ കടയിൽ കാണും. മനുഷ്യര് തിന്നുന്നത് മതി. പാണ്ട, ഇതാണ് നമ്മുടെ ഭായി. നാം പാണ്ടാ ഹേ. അച്ഛാ നാം. മാഡം ബാലക്ക് പറയും. ഓ, അവള് പോകാൻ പറ. അന്ന് കുഞ്ഞൂനമ്മയ്ക്ക് 10 വയസ്സാ. ജോബിച്ചിന് 8. ചെറിയൊരു ചങ്കുവേദന. അന്ന് കൃഷിയുള്ള കാലമാണേ. ഞാൻ കട്ടൻ കാപ്പി അനത്തി തിരിച്ചു വന്നത് ഓർമ്മയുണ്ട്. ദേ കിടക്കുന്ന തിണ്ണേല് അനക്കമില്ല. അന്ന് 8ഉം പൊട്ടും തിരിച്ചറിയാത്ത 2 എണ്ണത്തിനെയും കൊണ്ട് കഷ്ടപ്പാട് തുടങ്ങിയതാ. എൻ്റെ പാണ്ട. എന്നാ കുറച്ചുകൂടെ അങ്ങ് കഴിക്ക്. നേഴ്സിംഗ് കഴിഞ്ഞ് ആദ്യം പേർഷ്യയ്ക്ക് പോയത് കുഞ്ഞൂഞ്ഞമ്മയാ. പിന്നെ അവിടുന്ന് ന്യൂയോർക്കിൽ പോയത്. കെട്ടിയവനും നേഴ്സാ. ജോബിച്ചൻ പോയത് പിന്നെയാ ജർമ്മനിക്ക്. അവൻ്റെ കെട്ടിയോള് ജർമ്മൻകാരിയാ. പിള്ളേര് നിന്നെ പോലെയാ. കൊടേഷ്യൻ. കാശോട് കാശാ രണ്ടിനും. പിള്ളേരെ അവിടെ ചേർത്താൽ പിന്നെ ഇങ്ങോട്ടെങ്ങാനും വരാൻ പറ്റുമോ? ആ, നീ ഉറങ്ങിയോ? ഉറങ്ങിക്കോ. കുറേ നാൾ കൂടിയാ ഞാൻ ധൈര്യമായിട്ട് കിടക്കുന്നത്. നാളെ ഞാൻ നിനക്കൊരു മുത്തുമാലയും കൂടെ കഴുത്തെ കെട്ടിത്തരും. പാണ്ട, ഓടാ.